നമസ്കാരം. കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് താമസിച്ചിരുന്ന ഹോട്ടലാണ് ഈ കാണുന്നത്. ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെ രഥോത്സവം നടക്കുകയാണ്. രഥോത്സവം എന്ന് പറഞ്ഞാൽ മൂകാംബിക ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് രഥോത്സവം. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് അതിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയി. ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ഇവിടെ ആ ഭാഗത്താണ് കൊല്ലൂർ ബസ് സ്റ്റാൻഡ്. അലങ്കാരങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് ക്ഷേത്രത്തിൽ താൽക്കാലികമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കമാനമാണ്. യഥാർത്ഥത്തിൽ പ്രധാന കവാടം കുറച്ച് മുന്നോട്ട് തന്നെയാണ്. കുറച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെയാണ് പ്രധാന കവാടമുള്ളത്. ഇത് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു താൽക്കാലിക കവാടമാണ്. നമുക്ക് മുന്നോട്ട് പോകുന്ന വഴിക്ക് കൂടുതൽ അലങ്കാരങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം നമുക്കവിടെ കാണാം. ഇത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയുള്ള ഒരു ഉപക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇത് ശ്രീ മരിക്കാംബ ടെമ്പിൾ എന്ന് കാണുന്നുണ്ട്. ഇവിടെ വാസ്തവത്തിൽ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു ചിതൽപുറ്റാണ്. ചിതൽപുറ്റ് അറിയാമെന്ന് തോന്നുന്നു. അതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രാദേശികമായിട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും ഉള്ളിലേക്ക് ഞാൻ വീഡിയോസ് എടുക്കുന്നില്ല. അതിന് അനുമതി ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ആരുമില്ല. പക്ഷേ അനുമതി ഉണ്ടോയെന്ന് അറിയാത്തതുകൊണ്ട് ഉള്ളിലേക്കുള്ള വീഡിയോസ് എടുക്കുന്നില്ല. ഇത് സൗവർണിക എന്ന് പറഞ്ഞാൽ മൂകാംബിക അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നദിയാണ് സൗവർണിക നദിയെക്കുറിച്ചിട്ട് പല പാട്ടുകളും സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഒക്കെ ഉണ്ട്. മുന്നോട്ടുള്ള വഴികളിലെല്ലാം നിറയെ അലങ്കാരപ്പണികളെല്ലാം ഉണ്ട്. മൂകാംബിക ക്ഷേത്രം പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു പ്രസിദ്ധമായിരിക്കുന്നത് വിദ്യാസംബന്ധമായിട്ടുള്ള, അതായത് അറിവ്, എഴുത്ത്, സാഹിത്യം, കലകൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അതായത് സരസ്വതി ദേവിയാണ് പ്രധാനമായിട്ടും നമ്മുടെ പ്രതിഷ്ഠ. അതുപോലെ തന്നെ അതിനെ വിവിധ ഭാവങ്ങൾ പറയുന്നുണ്ട്. സരസ്വതി, ലക്ഷ്മി, കാളീദേവി ഉണ്ടെന്ന് തോന്നുന്നു. ശരിക്കും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് മെൻഷൻ ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം ഈ ഭാഗങ്ങളിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഹോട്ടൽസാണ്. ധാരാളം ഹോട്ടൽസ് ഉണ്ട്. അതുപോലെ ഇതും ഒരു ഉപക്ഷേത്രമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഉത്സവകാലങ്ങളിലൊക്കെ ദേവി വിഗ്രഹത്തെ ഇവിടേക്ക് എഴുന്നള്ളിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഉത്സവം ആയതുകൊണ്ടാണ് ഇതുപോലെ അലങ്കരിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ വരുമ്പോൾ ഈ വിധത്തിലുള്ള അലങ്കാര പണികളൊന്നും കാണാറില്ല. ഇന്നലെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2 ദിവസമാകുന്നു. കഴിഞ്ഞ ദിവസം ഇവിടേക്ക് ഘോഷയാത്രയായിട്ട് വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കണ്ടു. ഇതൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അര കിലോമീറ്റർ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നടന്ന് നോക്കാം. ഇതെല്ലാം താൽക്കാലികമായിട്ട് ഉള്ള കടകളാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല തിരക്കാവും. അതുപോലെ തന്നെ ഇത് സദ്ഗുരു നിത്യാനന്ദാശ്രമം ആ ബോർഡാണ് കാണുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ ഒരു ആശ്രമമുണ്ട്. നിത്യാനന്ദ സ്വാമിയുടെ ആശ്രമമുണ്ട്. പോകുന്ന വഴിക്കൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് നടന്നിട്ട് കാണാം. യെസ്, അതെ. ശരി. എന്താ പേരെന്താ? ഇല്ല, പറഞ്ഞോളൂ. ശോഭീഷ്. ശോഭീഷ് എവിടെയാ? ബൈന്ദൂര് തന്നെയാണോ? ശരി. ശരി, ആവട്ടെ. സന്തോഷം. താങ്ക് യു. ശരി. അതിനിടയിൽ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾ. അപ്പോൾ ഇത് അമ്പലത്തിലേക്കുള്ള വഴികളൊക്കെയാണ്. ഇതെല്ലാം ഇവിടുത്തെ കടകളാണ്. വളരെ വളരെ മനോഹരമായിട്ട് തന്നെ
എല്ലായിടത്തും അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഉത്സവ പ്രതീതി ആയി വരുന്നുണ്ട്. നാട്ടിലെ ഉത്സവങ്ങൾ പോലെ തന്നെയാണ്. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കണ്ടാലോ? ഇത് ശരിക്കും കർണാടകയിലെ കൊല്ലൂർ ഡിസ്ട്രിക്റ്റാണ്. കൊല്ലൂർ എന്ന് തന്നെയാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. ഇവിടെ ബസ് സ്റ്റാൻഡിനും കൊല്ലൂർ എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കർണാടക ആണെങ്കിൽ പോലും കൂടുതൽ നമ്മുടെ മലയാളികളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതുപോലെ മറ്റേതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ഇതിന് ചുവട്ടിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. അതുപോലെ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്താ കണ്ടില്ലേ, നാൽക്കാലികൾ ഇതുപോലെയുള്ള ചിലതെല്ലാം പശു, പോത്ത്, എരുമ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ആരെങ്കിലും വളർത്തുന്നതാണോ അല്ലാതെ വെറുതെ നിൽക്കുന്നതാണോ എന്നറിയില്ല. ചിലതെല്ലാം വളരെ വലിയ രൂപമുള്ളതാണ്. പക്ഷേ ആരെയും അങ്ങനെ ഉപദ്രവിച്ച് കാണാറൊന്നുമില്ല. വളരെ താരതമ്യേന ശാന്ത സ്വഭാവത്തിലാണ് എല്ലാത്തിനെയും കാണുന്നത്. മൂകാംബിക ക്ഷേത്രം എനിക്ക് തോന്നുന്നു കേരളത്തിലും വളരെ പ്രസിദ്ധമാണ്. പക്ഷേ ഇവിടെ ഇതുവരെ വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഇങ്ങനെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. സാധാരണഗതിയിൽ ഇത്തരം തീർത്ഥാടനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മൂകാംബിക തീർത്ഥാടനങ്ങൾക്കിടയിൽ ഞാൻ അധികം ഗാഡ്ജറ്റ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടെ എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസത്തിലൊരിക്കലെങ്കിലും ഞാനിവിടെ വരാറുണ്ട്. ഇവിടെ വരുമ്പോഴെല്ലാം അധികവും തനിയെ തന്നെയായിരിക്കും, ഒരു ധ്യാനാത്മകമായ മാനസികാവസ്ഥയോടുകൂടിയായിരിക്കും ഇവിടെ എത്തുക. അപ്പോൾ അധികം ഗാഡ്ജറ്റ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇന്നും ഒരുപാട് ആലോചിച്ചു ക്യാമറ എടുക്കണോ എന്ന്. അപ്പോൾ എന്തായാലും ഒരു വിശേഷാവസരമല്ലേ. ഇവിടെ ഇതുപോലെ വിശേഷാവസരങ്ങളിലൊന്നും ഞാൻ അധികം വരാറില്ല. കഴിയുന്നിടത്തോളം തിരക്ക് കുറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. കുറച്ച് ശാന്തമായിട്ട്, അതുപോലെ കുറച്ച് സ്വസ്ഥമായിട്ട് ചിലവഴിക്കാൻ വേണ്ടി. ഇതെല്ലാം ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. ഈ പൂവിൻ്റെ കച്ചവടം ഇവിടെ സാധാരണ കാണാറുണ്ട്. അത് അമ്പലത്തിലേക്ക് വഴിപാടായിട്ട് ആളുകൾ വാങ്ങുന്നതാണ്. ഇനി നമുക്ക് മുന്നോട്ട് നടന്നു പോകാം. ഇതെല്ലാം ഇവിടുത്തെ ഷോപ്പുകൾ, അതുപോലെ തന്നെ ഹോട്ടൽസ് ഇതൊക്കെയാണ്. മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഈ ഷോപ്പുകളെല്ലാം സാധാരണഗതിയിൽ ഇവിടെ കാണുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം മെയിൻ റോഡിൽ നിന്ന് വിട്ടിട്ട് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് ഏകദേശം നമ്മൾ പ്രവേശിച്ചു. പക്ഷെ ഇവിടെയും ഒരു ഭാഗത്ത് ഹോട്ടൽസും മറ്റ് കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ തന്നെയാണ്. ഇത് ക്ഷേത്രത്തിൽ നമുക്ക് ഇവിടെ ഒരു സംഗതി കാണാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അതായത് ഇവിടുത്തെ ഒരു സ്റ്റേജാണ്. അതായത് ഉള്ളിൽ സരസ്വതി മണ്ഡപമുണ്ട്. അവിടെ നൃത്തം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അരങ്ങേറ്റം നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റേജുണ്ട്. ഇവിടുത്തെ സ്റ്റേജിലും പാട്ട്, ഡാൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അവിടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇന്നിപ്പോൾ എന്തോ ഒരു ഡാൻസ് ഉണ്ടെന്ന്. ഇന്നിപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള അലങ്കാരപ്പണികളാണ്.
നമുക്ക് നോക്കാം. ಇದೀಗ ಗಣೇಶ, ದೇವಿ, ಕೃಷ್ಣ, ಅಂಜಲಿ ರಾಗಮಾಲಿಕೆ, ತಾಳಮಾಲಿಕೆ ಇದರ ಸಂಗೀತ ಸಂಯೋಜನೆ ವಿದ್ವಾನ್ ಶ್ರೀ ಗೋಪಾಲ್ ಕೃಷ್ಣ ಚೆನ್ನೈ, ನೃತ್ಯ ಸಂಯೋಜನೆ ಗುರು ಇದು ಶ್ರೀ ವಿದ್ಯಾಶ್ರೀ ರಾಧಾಕೃಷ್ಣ ಮಂಗಳೂರು. അപ്പോൾ അതിനിടയിൽ ഒരു നൃത്തമുണ്ടായിരുന്നു. ഇതിലേക്ക് വന്നിട്ട് പോകുന്നത് ഇത് ഇവിടെ പുതുതായിട്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കമാനങ്ങളൊക്കെയാണ്. ഇത് വഴിയോര കച്ചവടങ്ങളൊക്കെയാണ്. ഒരു ചെറുത് വളരെ കൗതുകത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് ഗണപതി ക്ഷേത്രമാണ്. നമ്മൾ പ്രധാന ക്ഷേത്രത്തിലേക്ക് കിടക്കുന്നതിന് മുൻപുള്ള ഒരു ഗണപതി ക്ഷേത്രമാണിത്. ഇപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ മുൻഭാഗത്തെത്താറായി. ഇതെല്ലാം ഇവിടെയുള്ള കടകളാണ്. ഇതെല്ലാം ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അലങ്കാരപ്പണികളാണ് കാണുന്നതെല്ലാം. ഹായ് ബൈ. ഇത് നേരത്തെ നമ്മളവിടെ ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ക്ഷേത്രം കാണിച്ചില്ലേ, അവിടേക്ക് ദേവിയെ എഴുന്നള്ളിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചെറിയ രഥമാണ്. ഇത് നമ്മൾ ശരിക്കും ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്തി. ഇതിലേക്ക് കടന്നിട്ടില്ല. ഇത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ്. ഇത് രഥമാണ്. ഇത് പ്രധാന ഉത്സവത്തിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന രഥമാണിത്. ഈ രഥത്തിലാണ് ഏകദേശം അവസാന ദിവസങ്ങളിലൊക്കെ നടത്തുന്ന എഴുന്നള്ളത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രഥം ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗംഭീരമായിട്ട് അണിയിച്ചൊരുക്കും.
ഇതിൻ്റെ ശരിക്കും പൂർണ്ണ രൂപത്തിലുള്ള ഫോട്ടോ ഞാനിവിടെ എവിടെയോ കണ്ടിരുന്നു. അത് കാണുകയാണെങ്കിൽ നമുക്ക് കാണാം. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കണ്ടത്, ഇത് കാണുന്നില്ലേ, ഇത് കണ്ടോ, ഇത് ചൂരൽ പോലെ എന്തോ ഒരു സംഗതിയാണ്. പക്ഷെ വളരെ നീളമുണ്ട്. കണ്ടോ, ഇത് അങ്ങറ്റം വരെയുണ്ട്. അതിങ്ങനെ നീണ്ടിട്ട് ഇതാ കണ്ടോ, ഇതെങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? ഇതാണ് സംഗതി. ഉണ്ടോ? ഇത് ചൂരലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ ഇത് ശരിക്കും എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുക. ഇതെന്താണെന്ന് ആരോടെങ്കിലും നമുക്ക് അന്വേഷിക്കുകയും ചെയ്യാം. അതിനിടയിൽ കുറച്ച് ദീപാലങ്കാരങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന്. ഇത് പണി നടക്കുന്നതേ ഉള്ളൂ. ശരിക്കും ഉത്സവം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രധാന ഉത്സവങ്ങൾ 2 ദിവസങ്ങളിലായിരിക്കും. സാറ്റർഡേ സൺഡേ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇനി നമുക്കിവിടെ ചെരുപ്പൊന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുകൊടുക്കാം. ഇതൊന്ന് വെക്കാമോ? ഇത് ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഈ ചെരുപ്പ് സൂക്ഷിക്കുന്ന ചേട്ടൻ ഒന്ന് വെക്കാമോ? ഓക്കെ. ഇത് ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. സാധാരണ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ടാപ്പുകളുണ്ട്. ഈ ടാപ്പിലൊന്ന് കൈമുഖം കഴുകിയിട്ടായിരിക്കും അകത്ത് കയറുന്നത്. കുട്ടികൾ വാട്ടർ ബലൂൺ വെച്ചിട്ട് കളിക്കാൻ തോന്നും. കുട്ടികൾ വാട്ടർ ബലൂണിൽ വെള്ളം നിറയ്ക്കുക. നമുക്കിനി അമ്പലത്തിൻ്റെ ഉൾഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ ഈ മൂകാംബിക ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഓർമ്മകളോ അനുഭവങ്ങളോ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താമോ? ഇത് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ക്ഷേത്രമാണ്. ഇത് സരസ്വതി മണ്ഡപം. ഈ സരസ്വതി മണ്ഡപത്തിലാണ് വിദ്യാരംഭം, അതുപോലെ തന്നെ നൃത്തത്തിൻ്റെ അരങ്ങേറ്റം ഇതെല്ലാം നടക്കുന്നത് ഈ സരസ്വതി മണ്ഡപത്തിലാണ്. ഇത് നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള വഴികളാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഉത്സവം പ്രമാണിച്ചുള്ള അലങ്കാരങ്ങളാണ്. നമുക്കൊന്ന് ചുറ്റുപാടുകളെ കണ്ടിട്ട് വരാം. സാധാരണഗതിയിൽ തിരക്കുള്ള സമയങ്ങളിൽ താരതമ്യേന ഇവിടെ തിരക്കായിരിക്കും. ഇപ്പോൾ ഈ ആഘോഷങ്ങൾ നടക്കുന്നത് കൊണ്ട് ആളുകൾ അധികവും പുറത്താണ് അതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ വരിയായിട്ട് ഉണ്ടാവും. ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടതുണ്ടാകും. ആ സമയത്ത് ഇതാ ഈ ഭാഗത്തെല്ലാം വരികളുണ്ടാകും. ഇതെല്ലാം ആളുകൾ ഇങ്ങനെ വരിയായിട്ട് നിൽക്കും. എല്ലാം ഉപക്ഷേത്രങ്ങളാണ്. ഇത് പ്രാണലിംഗേശ്വര ക്ഷേത്രം. ഞാൻ ഉൾഭാഗത്തിലേക്ക് അധികം കിടക്കുന്നില്ല.
ഇത് പാർത്ഥേശ്വര ക്ഷേത്രം. ഇത് പഞ്ചമുഖ ഗണപതി ക്ഷേത്രം. ഇത് ശ്രീ ചന്ദ്രമൗലീശ്വര ക്ഷേത്രം. ഇതെല്ലാം ഉപക്ഷേത്രങ്ങളാണ്. ഇത് നഞ്ചുണ്ടേശ്വര ക്ഷേത്രം. നഞ്ചുണ്ടേശ്വര പറയുന്നത് ശിവപ്രതിഷ്ഠയാണ്. സ്വാഭാവികമായിട്ടും ശിവപ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ ഇവിടെ മുന്നിൽ നന്ദിയുണ്ട്. ഇത് ശ്രീകോവിലിൻ്റെ പിൻഭാഗമാണ്. ശരിക്കും ഈ മതിൽക്കെട്ടിനുള്ളിലാണ് ക്ഷേത്രമുള്ളത്. നമുക്ക് ആ ഗോപുരം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ശരിക്കും ക്ഷേത്രം. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. ഇത് ഇവിടുത്തെ ഒരു വഴിപാടാണ്. അതുപോലെ വിളക്ക് ദീപം തെളിയിക്കൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആഞ്ജനേയ ക്ഷേത്രം. ആഞ്ജനേയ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് ശ്രീ വെങ്കട്ടരമണ സ്വാമി. ഇത് രഥമാണ്. ഈ രഥത്തിലാണ് സാധാരണ ദിവസങ്ങളിൽ ദേവിയെ എഴുന്നള്ളിക്കുന്നത്. അതുപോലെ അവിടെ ഒരു സ്വർണ്ണരഥമുണ്ട്. അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് ആണെന്ന് അറിയില്ല. എന്തായാലും ഇതാണ് സ്വർണ്ണരഥം. ഇതാണ് സ്വർണ്ണരഥം. വിശേഷ ദിവസങ്ങളിൽ ഈ സ്വർണ്ണരഥത്തിലായിരിക്കും ദേവിയെ എഴുന്നള്ളിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു
ഭാഗമാണ്. ഈ ഭാഗത്തിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതെല്ലാം വഴിപാട് കൗണ്ടറുകളാണ്. ഇനിയും 2 ഉപക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. ഇത് ശ്രീകൃഷ്ണസ്വാമിയാണ് ഇവിടെ ഉള്ളത്. ഇത് ശ്രീ വീരഭദ്രസ്വാമി. ഇതാണ് ഇവിടുത്തെ കൊടിമരവും. അതുപോലെ തന്നെ ഒരു വിളക്കാണ് അടുത്ത് കാണുന്നത്. ഇത് സാറ്റലൈറ്റ് കാണുന്ന വിളക്കാണ്. അത് ചില വിശേഷ ദിവസങ്ങളിൽ തെളിയിച്ച് കാണാറുണ്ട്. ഇപ്പോൾ ഉത്സവമായതുകൊണ്ടായിരിക്കണം കൊടി ഉയർത്തി. ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹമാണ് കൊടിയുടെ അടയാളം. ഇപ്പോൾ സരസ്വതി മണ്ഡപത്തിൽ പൂജ നടക്കുകയാണ്. ദ്വാരപാലകം. അവിടെ ഒരു അമ്പലമുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഒരു അമ്പലം. അവിടേക്ക് ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോവുകയാണ്. നമുക്ക് അതിനെ എത്രമാത്രം അനുഗമിക്കാൻ സാധിക്കുമെന്നുള്ളത് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, അടുത്തുള്ള ചെറിയ ക്ഷേത്രത്തിലേക്ക് ദേവി എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്.
അതിന്റെ മുൻഭാഗത്തേക്ക് പോകാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കാണ്. നമുക്ക് തിരികെ വരുമ്പോഴോ എവിടെയെങ്കിലും അതിന്റെ മുൻഭാഗത്തുള്ള വ്യൂ കൂടി തീർച്ചയായിട്ടും നോക്കാം. ഇപ്പോ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തോന്നുന്നു. നമുക്ക് നോക്കാം. ആ എഴുന്നള്ളത്ത് മടങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ കാത്തിരിപ്പിനിടയിൽ ചില കൗതുക കാഴ്ചകളാണ്. കുട്ടികൾ അവരുടെ ബാല്യം എത്രമാത്രം ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. തിരക്കിനിടയിൽ എവിടെ നിന്നോ വന്ന ഒരു പാമ്പും കുഞ്ഞ്. അത് ചിലരിലെല്ലാം അല്പം ഭയവും മറ്റു ചിലരിൽ അല്പം കൗതുകവും ഉയർത്തി. ആ എഴുന്നള്ളത്ത് മടങ്ങി വരുന്നുണ്ട്. നമുക്കത് കാണാം.
ദേവിയെ പല്ലക്കിൽ ചുമന്നുകൊണ്ട് ഉള്ളിലേക്ക് കടക്കുകയാണ്. വീണ്ടും കൗതുകമുണർത്തുന്ന മറ്റൊരു കാഴ്ചയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ.